നമ്മുടെ ഭാരതം അഥവാ ഇന്ത്യ മതങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും അനേക ചരിത്ര വിശേഷങ്ങളുടെയും രാജ്യമാണ്. ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായ മാറ്റങ്ങളും ചരിത്ര വിശേഷങ്ങളുമായി ഒരു മഹാസംഭവം പങ്കിടാനാണ് ഇപ്പോൾ നാം ഇവിടെയുള്ളത്. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. കർത്താവായ യേശു മിശിഹായുടെ ശിഷ്യനായ തോമാസ് ലീഹയുടെ ശിഷ്യന്മാർ AD 63 ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചു, സെയിൻറ്റ് മേരീസ് ദേവാലയം. ആ സെയിൻറ്റ് മേരീസ് ദേവാലയം പിന്നീട് സെയിൻറ്റ് മേരീസ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച് അഥവാ ദേവാലയം. അത്തരം ചരിത്ര സത്യത്തെക്കുറിച്ചുമാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചും നിങ്ങളെ അറിയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. വരൂ, നമുക്ക് മാതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാം.
വിശേഷങ്ങളെക്കുറിച്ചും അതിൻ്റെ മൂല്യങ്ങളും വിശ്വാസത്തെക്കുറിച്ചും ഒന്ന് വിവരിക്കാം. തെക്കൻ കേരളത്തിലെ പ്രഥമ തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലം രൂപതയിലെ പുല്ലിച്ചിറ അമലോത്ഭ മാതാവിൻ്റെ പള്ളി. തോമാസ് ലീഗായുടെ ശിഷ്യന്മാരാണ് AD 53 ഇവിടെ വിശ്വാസ സമൂഹം സ്ഥാപിച്ചത്. ആദ്യത്തെ വിശ്വാസ സമൂഹം. കിഴക്ക് നോക്കിയ അമ്മ, മല നോക്കിയ അമ്മ എന്നിങ്ങനെ വ്യത്യസ്ത നാമങ്ങളിൽ അറിയപ്പെടുന്ന പുല്ലിച്ചിറ മാതാവിൻ്റെ ചരിത്രം പ്രകാരമാണ്. അറബിക്കടലിൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ട പോർച്ചുഗീസ് യാനത്തിൽ നിന്നും വളരെ ഭാരമേറിയ വസ്തുക്കൾ നാവികർ കടലിലേക്ക് വലിച്ചെറിയേണ്ടി വന്നു. അപ്പോൾ കപ്പലിൽ പൂജ്യമായി സൂക്ഷിച്ചിരുന്ന അമലോത്ഭ മാതാവിൻ്റെ തിരുസ്വരൂപവും കടലിലേക്ക് എറിയേണ്ടി വന്നു. തിരുസ്വരൂപം കടലിൽ സ്പർശിച്ച ഉടനെ കൊടുങ്കാറ്റ് ശമിക്കുകയാണ്. കടൽ ശാന്തമായി. തങ്ങളെ രക്ഷിച്ചത് പരിശുദ്ധ മാതാവാണെന്ന് വിശ്വസിച്ച പോർച്ചുഗീസ് നാവികർ ആ തിരുസ്വരൂപം ഏത് കരയ്ക്കടിഞ്ഞാലും അവിടെ സുന്ദരമായിട്ടുള്ള ഒരു ദൈവാലയം നിർമ്മിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയെടുത്തു. പുല്ലിച്ചിറ കായൽ തീരത്തടിഞ്ഞ തിരുസ്വരൂപം വിശ്വാസ സമൂഹം അവരുടെ പ്രാർത്ഥന ആലയത്തിൽ പ്രതിഷ്ഠിച്ചു. അവിടെ ഇടവക വികാരിയായിരുന്ന പുരോഹിതൻ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം തിരുസ്വരൂപം കിഴക്ക് ദർശനം ആക്കണമെന്നുള്ള അശശരീരി വചസ്സുകൾ കേട്ടു. അങ്ങനെ കിഴക്ക് നോക്കി ദർശനമാക്കിയ മാതാവിൻ്റെ രൂപത്തിന് കിഴക്ക് നോക്കിയ അമ്മ, മല നോക്കിയ അമ്മ എന്നിങ്ങനെ പഴമക്കാർ വിളിച്ചു. മാതാവിൻ്റെ തിരുസ്വരൂപം അന്വേഷിച്ചിറങ്ങിയ പോർച്ചുഗീസുകാർ പുല്ലിച്ചിറയിൽ കണ്ടെത്തി. പ്രതിജ്ഞ നിറവേറ്റുന്നതിന് വേണ്ടി നാട്ടുകാരുടെയും കൊല്ലം രൂപതയുടെയും അവിടുത്തെ പുരോഹിതന്മാരുടെയും ഒക്കെ സഹകരണത്തോടെ 1572 പുല്ലിച്ചിറ ദേവാലയം പൂർത്തിയാക്കി. ആ തിരുസ്വരൂപം സ്ഥാപിക്കുന്നതിനായി കലാചാതുരിയും ക്രൈസ്തവ സംസ്കാരവും തുടിക്കുന്ന കൊത്തുപണികളുള്ള തടിയിൽ നിർമ്മിച്ച ഓൾട്ടർ ഹസാഡ് പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവന്നു. അതിൻ്റെ ഏറ്റവും മുകളിൽ അമ്മയുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു. പള്ളി നിർമ്മാണത്തിൽ ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യമുണ്ടായപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ഫലമായി കായലിലെ ദേവാലയത്തിന് മുമ്പിൽ ഒരു കായലുണ്ട്. ആ കായലിലെ ഉപ്പുവെള്ളം നല്ല വെള്ളമായി. ഈ അത്ഭുതത്തിന് പിന്നിൽ പരിശുദ്ധ കന്യകാമറിയമാണെന്ന് വിശ്വസിച്ചവർ ഉപ്പുവെള്ളം നല്ല വെള്ളമാക്കിയ അമ്മ എന്ന് മാതാവിനെ വിളിച്ചു. പിന്നീടങ്ങോട്ട് ചെറുതും വലുതുമായ അനേകം അത്ഭുതങ്ങൾ ഈ പുണ്യഭൂമിയിൽ പ്രാർത്ഥനയുടെയും അനുരഞ്ജനത്തിൻ്റെ ഫലമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അത്ഭുതങ്ങൾക്ക് കാരണമായ ദൈവമാതാവിനെ പുല്ലിച്ചിറ മാതാവെന്നും പുല്ലിച്ചിറ അമ്മയെന്നും വിളിക്കാൻ തുടങ്ങി. AD 1627 പുല്ലിച്ചിറയെ ഒരു ഇടവക സമൂഹമായിട്ട് ഉയർത്തി. 1974 പുതിയ ദൈവാലയം ഇടവക സമൂഹം നിർമ്മിച്ചു. ഈ നവീന ദൈവാലയത്തിലും പോർച്ചുഗീസ് നിർമ്മിതമായ പഴയ ഓൾട്ടർ ഹസാഡിൽ തന്നെയാണ് പുല്ലിച്ചിറ മാതാവിൻ്റെ തിരുസ്വരൂപം ഇപ്പോഴും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 2004 ഡിസംബർ 8 പുല്ലിച്ചിറ ദേവാലയത്തെ വത്തിക്കാൻ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പിന്നീട് 2011 ഡിസംബർ 1 പഴമയും പാരമ്പര്യവും ആകാരഭംഗിയും നിർമ്മാണ വൈവിധ്യവും നിലനിർത്തിക്കൊണ്ട് പുതിയ നവീകരിച്ച ദൈവാലയം ആശീർവദിച്ചു. പുല്ലിച്ചിറ മാതാവിൻ്റെ പരിശുദ്ധ സവിധത്തിൽ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോഴും അത്ഭുതങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുല്ലിച്ചിറ അമലോത്ഭ മാതാവിൻ്റെ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി ഏവരെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ദേവാലയ സന്നിധിയിൽ, അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ കുർബാന നടക്കുകയാണ്. ഈ സമയത്താണ് ഈ ദേവാലയത്തിൻ്റെ പരിസരത്തും ഈ ദേവാലയ ഇടവക ജനങ്ങളും ഇവിടെയുണ്ട്, ഇടവക സമൂഹവും. ഇവിടെ പറയാനുള്ളത് ഇവിടുത്തെ മാതാവിനെ അർപ്പിക്കുന്ന നേർച്ചകളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കാലാകാലമായിട്ട് തുടർന്നു കൊണ്ടുപോകുന്ന നേർച്ചയും മാതാവിനെ അർപ്പിക്കുന്ന ആരാധനയും കുറിച്ചാണ്. പള്ളി ഇടവകയെക്കുറിച്ച്, പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചും ഒന്ന് പറയാം.
നമ്മൾ പോർട്ടുഗീസുകാർ നമ്മൾ പള്ളിയിൽ ഇവിടെ നിർമ്മിച്ച കാലം മുതൽ എന്നാൽ മാതാവിൻ്റെ രൂപം ഒഴുകി വന്ന് കായലിൽ ഒഴുകി വരികയും കായലിൽ നിന്ന് രൂപം അച്ഛന് ലഭിക്കുകയും അതിനുശേഷം ഇവിടെ മാതാവിൻ്റെ രൂപം ഇവിടെ പ്രതിഷ്ഠിച്ചു. അത് ആ സമയത്ത് മാതാവിൻ്റെ രൂപം ഒഴുകി വരുമ്പം പള്ളിയിൽ ഭയങ്കരമായ മണിയടി കേട്ടു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്, കേൾക്കുന്നത്. അതുപോലെ തന്നെ വൈദികന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു, എനിക്ക് മല നോക്കിയിരിക്കുന്ന രീതിയിൽ എനിക്ക് എൻ്റെ രൂപം വയ്ക്കണമെന്ന്. അതനുസരിച്ച് മാതാവിനെ ഉയർന്ന ഭാഗത്ത്, പള്ളിയിൽ ഉയർന്ന ഭാഗത്ത് മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം അനേകം ജനങ്ങൾ, നാനാജാതി മനസ്ഥർ ഇവിടെ കടന്നു വരികയും അവരെല്ലാം നല്ല രീതിയിൽ മാതാവിന് നേർച്ചകളും കാഴ്ചകളും അർപ്പിക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേർച്ച എന്ന് പറയുന്നത് പാളയം കയറും. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുമൊക്കെ നേർച്ചയായിട്ട് അത് കൊടുക്കുകയും പലർക്കും അത് മാറിക്കിട്ടുകയും പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ മാതാവിൻ്റെ സന്നിധി നടക്കുന്നുണ്ട്. പള്ളി ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്, കുടുംബാംഗങ്ങളാണ്. പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? മാതാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും കുടുംബത്തിൽ അപ്പനമ്മമാർ പറഞ്ഞു കാണുമല്ലോ, അപ്പോൾ മാതാവിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? കൊല്ലം രൂപതയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുല്ലിച്ചിറ അമലോത്ഭവ മാതാ ദേവാലയത്തിലേക്ക് ഉള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ഈ പള്ളി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാലാകാലങ്ങളായിട്ട് നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെ വരികയും അവരുടെ എല്ലാ പ്രാർത്ഥനകളും മാതാവ് നിറവേറ്റി കൊടുക്കുന്നതാണ് ആളുകളുടെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ അത് വിശ്വാസം എല്ലാം നിറവേറ്റി കൊടുക്കുന്നുണ്ട് അവരുടെ വിശ്വാസം. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ വിശ്വാസം, ഏറ്റവും ഒന്നാമത്തെ നേർച്ച പാളയം കയറി ഉപ്പുമാണ്. അതും ജനങ്ങളുടെ വിശ്വാസം നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അമ്മ. അതുകൊണ്ട് തന്നെ ഒരു വർഷം തോറും ജനങ്ങൾ വന്നുകൊണ്ട്, പുതിയ ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അറിഞ്ഞറിഞ്ഞ് ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് 1974 നമുക്ക് ഈ പള്ളി കെട്ടുന്നത്, ഈ പുതിയ പള്ളി വയ്ക്കുന്നത് ഉണ്ടായിരുന്നു, ഈ പുതിയ പള്ളി കെട്ടുന്നത്. അപ്പോൾ ഈ വർഷം 2024 ആയപ്പോൾ ഇത് 50 വർഷം, വിവാഹം കഴിഞ്ഞിട്ട് 50 വർഷമായ പൂർത്തിയാക്കിയ ആൾക്കാരെ നമ്മളെ ഇവിടെ ആദരിക്കുന്നുണ്ട്. മുകളിലിരിക്കുന്ന മാതാവിനെ ഇറക്കി താഴെ കൊണ്ടുവരുമ്പം ഈ നാനാജാതി മതസ്ഥരും കരഞ്ഞ് നിലവിളിച്ചാണ് മാതാവിനോടുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതൊക്കെ മനുഷ്യരുടെ അന്ധമായ വിശ്വാസങ്ങളാണ്, അഗാധമായ പ്രഖ്യാപിച്ചാണ് അവർ പറയുന്നത് അവരുടെ വിശ്വാസം. ഈ ഡിസംബർ മാസം അത്രയ്ക്ക് മാതാവിനോടുള്ള ഒരു സ്നേഹമാണ്. ഇവിടെ തീർത്ഥാടനാലയം ആയതുകൊണ്ട് 12 മാസവും അവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ദൂരേന്ന് അവിടുന്ന് എല്ലാ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിസംബർ മാസം മെയിനായിട്ടും ഒരു മാസം തീർത്തും മാതാവിന് ഇറക്കുന്നത് ഉരുളുണ്ട്, വെറ്റേറിയൊക്കെ ഉണ്ട്. മുങ്ങിയിട്ട് ഒഴുകി വന്ന കായലായോണ്ട് പുലിച്ചിറ മുങ്ങിയിട്ട് വന്ന് കുളിച്ചുകൊണ്ട് വന്നിട്ടാണ് ആളുകൾ ഉരുളും. ആണും കൊച്ചുങ്ങളെല്ലാം വലിയവരും എല്ലാം ഉരുളും. പിന്നെ മുട്ടിലഴയും എല്ലാ നേർച്ചകളും ഉണ്ട്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി, ചെറിയ ഒരുക്കങ്ങൾ, പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ. ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. അതെ, അമൂല്യമാണ് ഞാൻ, എൻ്റെ സ്വർണവും. ചുങ്കത് ഗോൾഡ്, precious like me.
എൻ്റെ അനുഭവത്തിൽ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയതുള്ളൂ. എനിക്ക് ശ്വാസമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കായലിൽ പോയി മുങ്ങിയിട്ട് വന്ന് ഉരുളുമായിരുന്നു. അങ്ങനെ എനിക്ക് ശ്വാസമുട്ട് മാറിക്കിട്ടി. അതുപോലെ പലരും പാളയം കയറി എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ശ്വാസമുട്ട് മാറിക്കിട്ടിയായിട്ട് പല അനുഭവങ്ങളുണ്ട്. പിന്നെ ഞങ്ങളിവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ കാശ്മീരി കൂട്ടായ്മക്കാരാണ് ഈ പ്രാർത്ഥന ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്നു. ഇവിടുത്തെ അപേക്ഷയില്ല. അപേക്ഷ വായിക്കുമ്പോൾ 100 കണക്കിന് മാതാവിന് നന്ദി പറഞ്ഞ് അതിൻ്റെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് നന്ദി പറഞ്ഞു. കാരണം പല അനുഗ്രഹങ്ങൾ, വിവാഹ തടസ്സം മാറിയത്, കുഞ്ഞുങ്ങളെ കിട്ടിയത്, വിദേശത്ത് പോയത്, ഭവനം കിട്ടിയത്, അങ്ങനെ പല ഇത് അനുഗ്രഹങ്ങൾ. ഇങ്ങേറ്റം തമിഴർ പോലും നന്ദി പറഞ്ഞ് എഴുതിയത് ഞങ്ങളിവിടെ സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ കാണാറുണ്ട്, ഞങ്ങൾ വായിക്കാറുണ്ട്. അത് മാതാവിൻ്റെ അനുഗ്രഹം ഇവിടെ ആരും അറിയുന്നില്ല. പക്ഷേ വളരെ ഏറെ അനുഗ്രഹങ്ങൾ മാതാവ് കൊടുക്കുന്നുണ്ട്. അവനോട് മാതാവിൻ്റെ മധ്യസ്ഥം വഴി വളരെയേറെ മക്കൾക്ക് അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. അച്ഛന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ എല്ലാ ദിവസവും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വരികയും പൂജ കാണുകയും ചെയ്യുന്ന ഈ ഇടവകയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രാർത്ഥനാപരമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അച്ഛൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ഞാൻ ഈ ഇടവകാരനാണല്ലോ. പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഗൾഫിൽ പോയത് പോലും. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല എന്നെ കൊണ്ടുപോയത് തന്നെ. അത് ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം കൊണ്ടുപോയി. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയാണ്. 91-ൽ എനിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരെയും ഇതുപോയി മരുന്നുകളും പലതും കഴിച്ച് അവസാനം ഒരു ആളിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ അഡ്വൈസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്ത് തന്നെ ഇത്ര വലിയതായിട്ടുള്ള ഒരു മരുന്ന് തരുന്നൊരു മാതാവുണ്ടല്ലേ, അവിടെ പോയിട്ട് കുമ്പിട്ട് കീഴണപേക്ഷിച്ച് പ്രാർത്ഥിക്കുക, ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടും. 91 തൊട്ട് ഇപ്പോഴും ഞാൻ ആരോഗ്യത്തോടിരിക്കുന്നു. മാതാവിനോട് ഇപ്പോഴും 1000 നന്ദി പറയുന്നു. 1000 ആൾക്കാർ ഈ മാതാവിനെ കാണുന്നതിന് വേണ്ടി ഈ ദേവാലയത്തിൽ വന്നു പോകുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ഉള്ള മാതാവിനോടുള്ളൊരു വിശ്വാസമാണ്. പലയിടത്തും ഞാൻ ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചിട്ട് എൻ്റെ അറമ്പാളൊന്നും പോയില്ല. അങ്ങനെ ഞാൻ ഒരാഴ്ച മാതാവിനെ 101 പറഞ്ഞ് നേർന്ന് പിറ്റേ ദിവസം നോക്കി അതിനുശേഷം നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു അറമ്പാളുകളില്ല. ചരിത്രവിശേഷങ്ങൾ മാതാവിനെക്കുറിച്ച് നാം പഠിക്കുകയും അതിനെ സംബന്ധിച്ച് ഇടവക ജനങ്ങളെ നമ്മൾ കാണുകയും ചരിത്രങ്ങൾ പഠിക്കുകയും ഇടവക വികാരി അച്ഛനെ കാണാനിടയാകുകയും ചർച്ച ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തതിനെക്കുറിച്ച് നിങ്ങളോട് നാം ഈ ഡോക്യുമെൻ്ററിയിൽ പറയുകയുണ്ടായി. അത് നിങ്ങൾക്ക് അനുഭവമായിട്ടുമുണ്ട്. ഇനിയും മറ്റൊരു വിശേഷവുമായി നിങ്ങളുടെ മുമ്പിൽ നാം എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.